ഹലോ എവരിവൺ, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നിങ്ങളെ ഏറ്റവും പുതിയ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നിത്യജീവിതത്തിൽ വാഹനം ഓടിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇന്ന് നിങ്ങൾ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഡാഷ് ക്യാം ആണ്, വേറൊന്നുമല്ല. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. അപ്പോൾ നമ്മൾ പറഞ്ഞു ഡാഷ് ക്യാമുകളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നതെന്ന്. എന്താണ് ഡാഷ് ക്യാം അല്ലെങ്കിൽ DVRകൾ? പൊതുവെ ഡാഷ് ക്യാം എന്നാണ് വിളിക്കുന്നതെങ്കിലും ശരിക്കും ഇതിനെ വിളിക്കാറുള്ളത് DVRകൾ എന്നാണ്. അതായത് ഡിജിറ്റൽ വീഡിയോ റെക്കോർഡറുകൾ, അതും വാഹനത്തിൽ ഉപയോഗിക്കുന്നതിനെ പ്രത്യേകിച്ച് പറയുന്ന പേരാണ് ഈ DVR എന്നത്. ഡാഷ് ക്യാം എന്ന് പറയാനുള്ളതിന് കാരണം വണ്ടിയുടെ ഡാഷ്ബോർഡിന് ഒക്കെ ചേർന്നിട്ടാണ് ഇത് ഫിറ്റ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് മാത്രമാണ് ഡാഷ് ക്യാം ഒരു പക്ഷേ അങ്ങനെ വന്നിട്ടുണ്ടാവുക. എന്നിരുന്നാലും ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ ഡാഷ് ക്യാം എന്നുള്ളത് തന്നെയാണ് നല്ലത്. ഈ ഡാഷ് ക്യാമുകൾ പ്രധാനമായിട്ടും നമ്മളെ വാഹനത്തിൽ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മളെ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ആക്സിഡൻറ്റ്സ്, ചിലപ്പോൾ നമ്മളെ വണ്ടിക്കാവാം, അല്ലെങ്കിൽ വണ്ടിക്ക് ഓപ്പോസിറ്റ് വരുന്ന വേറെ ഏതെങ്കിലും വണ്ടിക്കാവാം. ഇതിനൊക്കെ നമുക്കൊരു പ്രൂഫ് എന്നുള്ള നിലക്കാണ് ഈ ഒരു ഡാഷ് ക്യാം ഉപയോഗിക്കുന്നത്. ഇതിൽ തന്നെ നമ്മൾ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മളേതല്ലാത്ത ചില കാരണം കൊണ്ട് സംഭവിക്കുന്ന ആക്സിഡൻറ്റ്സ് ഉണ്ട്. അതൊന്നും നമ്മളൊരു നോർമലി നമ്മളെ ചുറ്റും ഒരു സർവൈലൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ആർക്കും തന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു പക്ഷേ നമ്മൾ ആ ഒരു സ്പോട്ടിൽ ആളുകൾ കൂടുന്ന സമയത്ത് ഒരു ആക്സിഡൻ്റ് ഒക്കെ സംഭവിച്ചാൽ ആളുകൾ കൂടുമല്ലോ സ്വാഭാവികമായിട്ടും. അങ്ങനെ ആളുകൾ കൂടുന്ന സമയത്ത് നമ്മൾ ആ ഒരു തെറ്റ് ആരോപിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കണ്ടുകൊണ്ടാണ് ഈ ഒരു വാഹന ഉപഭോക്താക്കൾക്ക് വേണ്ടിയിട്ട് ഡാഷ് ക്യാം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്. ശരിക്കും നമ്മളെ വീടിന് CCTV സർവൈലൻസ് കൊടുക്കാറുണ്ട്. നമ്മളെ ഓഫീസുകൾക്ക് അല്ലെങ്കിൽ ഒരു ബിസിനസ് ഫേമിന് നമ്മൾ CCTV സർവൈലൻസ് കൊടുത്തിട്ട് നമ്മളത് ഫോണിൽ ആക്സസ് ചെയ്യുന്നൊരു സംഭവമുണ്ട്. ഞാനൊക്കെ പൊതുവെ നമ്മളെ 2 ഷോപ്പിലും CCTV സർവൈലൻസ് വെച്ചിട്ടുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് വേറെ ഹാംഫുൾ സംഭവങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനും നമ്മളെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ നമ്മളെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാഹനത്തിനും നമുക്കൊരു CCTV സർവൈലൻസ് മസ്റ്റാണ്. നമ്മൾ വീട്ടിൽ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ വീട്ടിൽ CCTV ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ആ ഒരു സർവൈലൻസിൽ ഉണ്ടാവും. എന്തെങ്കിലും തെഫ്റ്റോ കാര്യങ്ങളോ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റുന്ന രീതിയിലുള്ള ക്യാമറകൾ ഇപ്പോൾ നിലവിലുണ്ട്. അതേപോലെ തന്നെ വാഹനങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു സേഫ്റ്റി ഫീച്ചറായിട്ട് വന്നതാണ് ഈ ഒരു ഡാഷ് ക്യാമുകൾ. അതിൽ തന്നെ വളരെ അഡ്വാൻസ്മെൻറ്റ് വന്നു കഴിഞ്ഞു. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ട് ക്യാം മാത്രമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നതെങ്കിൽ പിന്നീട് അത് റിവേഴ്സ് ക്യാമിലേക്ക് വന്നു. റിവേഴ്സ് ക്യാമും കഴിഞ്ഞ് ഇപ്പോൾ വണ്ടിയുടെ അകത്ത് സർവൈലൻസ് വരുന്ന രീതിയിൽ ഇതൊക്കെ ഒരു പക്ഷേ ടെക്നോളജി വൈസ് പല രാജ്യങ്ങളിലും വന്നൊരു സംഭവം ഇന്ത്യയിലേക്ക് ഒരുപാട് ലേറ്റ് ആയിട്ട് വന്നതാവാം. എന്നിരുന്നാൽ പോലും ഞാൻ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ, നമ്മളെ ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു സംഭവമാണ് ഈ ഡാഷ് ക്യാമുകൾ, അതും ഇൻസൈഡ് അടക്കം കവർ ചെയ്യുന്ന ടൈപ്പ്. അത്തരത്തിലുള്ളൊരു പ്രൊഡക്റ്റാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. HOD എന്ന് പറയുന്ന ബ്രാൻഡ് നിങ്ങൾ ഒരുപാട് നമ്മളെ വീഡിയോസ് തന്നെ കണ്ടിട്ടുണ്ടാവും. HOD ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്തരത്തിലുള്ള ആക്സസറീസിലെ ഒരു ബ്രാൻഡാണ്. വളരെ പ്രീമിയം ടൈപ്പ് ആക്സസറീസ് മാത്രം വരുന്നൊരു ബ്രാൻഡാണ് HOD. അവരുടെ ഈ ഒരു ഡാഷ് ക്യാം സെഗ്മെൻറ്റിലേക്ക് ഏകദേശം 4 ടൈപ്പ് പ്രൊഡക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു പ്രൊഡക്റ്റുകൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മളെ കയ്യിൽ ഇൻസൈഡ് ക്യാമറ, അതായത് ഇൻസൈഡിൽ വരുന്ന 4K എന്ന് പറയുന്ന ആ ഒരു വാരിയൻറ്റ് നമ്മളെ കയ്യിലില്ല. ബാക്കി 3 വാരിയൻറ്റും, അതായത് അവരുടെ DVR Pro എന്ന് പറയുന്നൊരു വാരിയൻറ്റ്, അത് ഫ്രണ്ട് ക്യാം മാത്രമാണ്. DVR 2K എന്ന് പറയുന്നൊരു വാരിയൻറ്റ്, അത് ഫ്രണ്ട് ക്യാം മാത്രമാണ്, കുറച്ചുകൂടി ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുള്ളതാണ്. DVR 3K എന്ന് പറയുന്ന ഫ്രണ്ടിലും ബാക്കിലും വരുന്ന ക്യാമറ, ഇത് 3 നമ്മളെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസിലി നിങ്ങളെ പരിചയപ്പെടുത്താൻ പറ്റും. ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് 3K, അതായത് ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഫ്രണ്ട് ക്യാമും ബാക്ക് ക്യാമറയും കൂടെ വരുന്നത് കൊണ്ട് തന്നെ ഇതിൽ ഏകദേശം 256 GB വരെ നമുക്ക് മെമ്മറി കാർഡ് സപ്പോർട്ടിംഗ് ആണ്. നല്ലൊരു മെമ്മറി കാർഡ് വാങ്ങിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ നല്ല ഹൈ ആയിട്ട് തന്നെ കിട്ടും. 128 GB സപ്പോർട്ടിംഗ് ആണ്. എന്തായാലും ഈ ഒരു 3K വിഷൻ എന്ന് പറയുന്നതാണ് ഇപ്പം നമ്മളെ കയ്യിലുള്ളതിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത്. 3K കഴിഞ്ഞാലുള്ള 4K നമുക്ക് റെഡിലി അവൈലബിൾ ആണ്. ഇപ്പം നമ്മളെ കയ്യിൽ വീഡിയോ എടുക്കുന്ന സമയത്ത് അറ്റ് ദ പ്രസൻറ്റ് ഇല്ല എന്നേ ഉള്ളൂ. ഇതിൽ നമ്മൾ മേജറായിട്ട് പറയേണ്ട ഒരു ഫീച്ചർ, ഇതിൽ ഒരു സ്വന്തമായിട്ടുള്ളൊരു സ്ക്രീന് ഇതിൻ്റെ ഈ ഒരു ക്യാമറയുടെ കൂടെ തന്നെ വരുന്നുണ്ട്. ഫ്രണ്ട് ക്യാമിൽ നമ്മൾ വെക്കുന്ന ആ ഒരു ഇതിൽ നമുക്കൊരു സ്ക്രീനും കൂടെ വരുന്നതുകൊണ്ട് നമുക്കതിൽ കാണാൻ പറ്റും. പിന്നെ ഈ ഒരു 3 എഡിഷൻ്റെയും അല്ലെങ്കിൽ 3 വേരിയൻറ്റിൻ്റെയും പ്രധാനപ്പെട്ട പ്രത്യേകത, നമുക്ക് ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു 20 മീറ്റേഴ്സ് പരിധിയിൽ നമുക്ക് ഫോണിൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ വിഷ്വൽസ് കാണാൻ പറ്റും, സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പം വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് വന്ന എഡിഷനാണ് HOD എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഈ ഒരു DVRകൾ. പിന്നെ ഈ ഒരു 3K കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2K എന്ന് പറയുന്നൊരു വേരിയൻ്റാണ് അടുത്തതായിട്ട് നമുക്ക് പരിചയപ്പെടുത്താനുള്ളത്. 2K വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്.
3K എന്ന് പറഞ്ഞിരുന്നത് നമ്മൾ ഫ്രണ്ടിലും ബാക്കിലും കൂടെ വരുന്നതാണെങ്കിൽ അതിലൊരു 1K, അതായത് ബാക്ക് വിഷൻ കട്ടായിട്ട് ഫ്രണ്ടിൽ മാത്രം ഏകദേശം 2K ആ ഒരു വിഷ്വൽ ക്ലാരിറ്റിയോട് കൂടി വരുന്ന ക്യാമറയാണ് 2K വേരിയൻറ്റ്. ഇതിൽ നമുക്ക് ക്യാമറയിൽ സ്ക്രീൻ ഉണ്ടാവില്ല, നമുക്ക് ഫോണിൽ ഇത് ആക്സസ് ചെയ്യാൻ പറ്റും, വിഷ്വൽസ് കാണാൻ പറ്റും. മെമ്മറി കാർഡ് 256 GB വരെ സപ്പോർട്ടിംഗ് ആണ്. നമ്മൾ ആദ്യം തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു, ഞാൻ വിട്ടുപോയതാണ്, എന്തായാലും ഇപ്പോൾ പറയാം. നമുക്ക് 24 hours പാർക്കിംഗ് മോണിറ്ററിങ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ നമ്മൾ ഈ ഒരു 2Kയിലും 3Kയിലും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു നമ്മളെ വാഹനം നമ്മളൊരു റെയിൽവേ സ്റ്റേഷൻ പാർക്കിങ്ങിലോ അല്ലെങ്കിൽ ഒരു ബസ് സ്റ്റാൻഡ് പാർക്കിങ്ങിലോ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച, ഒരു മാസം വരെ നിർത്തിയിട്ട് പോയാലും നമ്മളെ വണ്ടിക്ക് എന്തെങ്കിലും കാരണവശാൽ ഉണ്ടാകുന്ന ജെർക്കിംഗ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഒരു മിനിറ്റ് വരെയുള്ള വീഡിയോ ലെങ്ത്തിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അത് ഓട്ടോമാറ്റിക്കായിട്ട് റെക്കോർഡ് ആയിക്കോളും. അതായത് ഡയറക്റ്റ് നമ്മൾ ഫ്യൂസ് ബോക്സിൽ നിന്ന് എടുക്കുന്ന കണക്ഷൻ ആയതുകൊണ്ട് ബാറ്ററി ആയിട്ട് ആണ് എപ്പോൾ ഇതിന് സിങ്ക് ഉണ്ടാവുക എന്ന് വെച്ചിട്ട് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ചൈന ജാത്തൻ DVRകൾ നമുക്ക് ഓൺലൈനിൽ പല ആപ്ലിക്കേഷൻസിലും കിട്ടാനുണ്ട്. അവയ്ക്കൊന്നും ഈ ഒരു ബാറ്ററി ആയിട്ടുള്ള കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ബാറ്ററി ഡെഡ് ആയി പോകാനുള്ള ഒരു ചാൻസ് എപ്പോഴും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു പ്രശ്നം 100% ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഈ ഒരു HOD ബ്രാൻഡിൻ്റെ നമ്മളുടെ DVRകൾക്ക് നിങ്ങൾക്ക് ഉറപ്പ് തരാൻ നമുക്ക് പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു എൻജിൻ കട്ട് ഓഫ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടെ, അതായത് ബാറ്ററി ഡെഡ് ആവുന്നതിന് മുന്നേ നമ്മൾ ഈ ഒരു DVR കട്ട് ഓഫ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടെ ഇതിലുള്ളതുകൊണ്ട് നമ്മളെ വണ്ടിക്ക് 100% ഇലക്ട്രിക്കലി സേഫ് ആയിട്ടുള്ള DVR ഓപ്ഷനുകളാണ് ഈ മൂന്നും. എന്ന് പറയുമ്പോൾ ചെറിയൊരു തിരുത്തുണ്ട്, എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. എന്തായാലും ഈ 2K 3Kയിൽ നമുക്ക് 24 hours പാർക്കിംഗ് മോണിറ്ററിങ്ങും അതേപോലെ തന്നെ നമ്മൾ ആപ്ലിക്കേഷൻ ത്രൂ ഉള്ള മോണിറ്ററിങ്ങും 256 GB വരെയുള്ള മെമ്മറി കാർഡ് സപ്പോർട്ടിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള DVRകളാണെന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഇതിൻ്റെയൊക്കെ ബഡ്ജറ്റ് എത്രയാണെന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ഇതിന് ശരിക്കും MRP വരുന്നത് ഏകദേശം 2K പറയുകയാണെന്നുണ്ടെങ്കിൽ 8500 രൂപ MRP വരുന്ന ഈ ഒരു പ്രൊഡക്റ്റ് നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നത് വെറും 15% ഡിസ്കൗണ്ട് കൂടി കഴിച്ചിട്ടാണ്. ജസ്റ്റ് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും എത്ര റേറ്റ് വരുന്നതെന്നുള്ളതൊന്ന് അടയാളപ്പെടുത്താം. അതേപോലെ തന്നെ 3Kയും നമുക്ക് 15% ഡിസ്കൗണ്ടിലാണ് നമ്മളിപ്പം ഒരു ലോഞ്ചിങ് ഓഫർ എന്നുള്ള നിലയ്ക്ക് ചെയ്യുന്നത്. അതിന് നമുക്ക് റേറ്റ് വരുന്നത് 13,999 രൂപ, അതായത് ഏകദേശം 14,000 രൂപ. അതിലും 15% ഡിസ്കൗണ്ട് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഏകദേശം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. എന്തായാലും നല്ല ബെസ്റ്റ് ഓഫറാണ്. നമ്മൾ ഈ ഒരു ഓഫർ കുറച്ചൊരു 1 month ഒക്കെ ഉണ്ടാവുള്ളൂ എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്തായാലും നമുക്ക് കമ്പനി തന്നെ ഡയറക്റ്റ് തരുന്നൊരു ഓഫറാണിത്. ഇനി നമുക്ക് DVR പ്രോയിലേക്ക് വന്നാൽ ഇതിൻ്റെ റേറ്റ് വരുന്നത് 5,699 രൂപ. ഇതിൽ നമുക്ക് 10% ആണ് ഡിസ്കൗണ്ട്. ഈ ഒരു DVR പ്രോയും 2Kയും തമ്മിലുള്ളൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് DVR പ്രോയിൽ 24 hours പാർക്കിംഗ് മോണിറ്ററിംഗ് ഉണ്ടാവില്ല. ഒന്നാമത്തെ കാര്യം 128 GB നമുക്ക് മെമ്മറി കപ്പാസിറ്റി വരുന്നുള്ളൂ, അതായത് ഇന്റേണൽ മെമ്മറി കാർഡ് സപ്പോർട്ട് വരുന്നുള്ളൂ. ഈ 2 കാര്യമാണ് നമുക്ക് അതിന് കൂടെ ചേർത്ത് വെക്കാനുള്ളത്. എന്തായാലും ഈ ഒരു DVRകൾ നിങ്ങളുടെ വാഹനത്തിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്കത് ഉപകാരപ്പെടുന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. അത്രയും ബെസ്റ്റ് പ്രൈസിൽ നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ വിശ്വസിച്ച് നിങ്ങളെ പൊന്നുപോലെ കൊണ്ടു നടക്കുന്ന കാറിൽ ബാറ്ററിക്കോ അങ്ങനത്തെ വണ്ടിക്കോ വേറൊരു പ്രശ്നമില്ലാതെ വയർ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമുക്ക് ഇവിടുന്ന് ഇൻസ്റ്റാൾ ചെയ്ത് തരാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത് അയച്ചു തരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിലിരുന്നുകൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു ടെക്നീഷ്യൻ ഇത് കാണിച്ചാൽ നിങ്ങൾക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അത്രയും ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ് നമ്മളിത് 3 നിങ്ങളെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങളെ ബഡ്ജറ്റിനനുസരിച്ച് ഇപ്പോൾ ഉള്ള ഈ ഒരു ബെസ്റ്റ് ഓഫർ നിങ്ങൾ മിസ് ചെയ്യരുത്. എന്തായാലും നമ്മളെ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട്, കൂടുതൽ വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ, താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇതിൻ്റെ ഇൻസ്റ്റാളേഷനും സംഭവങ്ങളൊക്കെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ വിളിച്ചാൽ മതി. അപ്പം നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒരു ഇൻഫർമേഷന് വേണ്ടി പറയുകയാണ്. നമ്മളെ ഷോപ്പ് വരുന്നത് കോഴിക്കോട് ജില്ലയിൽ നടുവണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അതുകൊണ്ട് തന്നെ ചില ആളുകൾ പറയാറുണ്ട് നിങ്ങളുടെ ഷോപ്പ് അവിടെയല്ലേ ഇവിടെയല്ലേ. നമുക്ക് ഏത് പ്രൊഡക്റ്റും കേരളത്തിൽ എവിടേക്കും കൊറിയറായിട്ട് അയച്ചു തരാൻ പറ്റും. അതല്ല, നമ്മളെ ഇവിടെ അടുത്തുള്ള ആളുകൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെ ബെസ്റ്റ് സർവീസ് ഒന്ന് ഫീൽ ചെയ്യാനും പറ്റും. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം, നല്ല പ്രൊഡക്റ്റുമായിട്ട് ഉടൻ തന്നെ കാണാം. ഓക്കെ, താങ്ക് യു.